ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കരാർ ലംഘനം നടത്തിയെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. ഈ വർഷം ഒക്ടോബറിലോ നവംബറിലോ വരാമെന്ന കരാറിൽ അസോസിയേഷൻ ഒരു ഉറപ്പും നൽകുന്നില്ല. മുഴുവൻ തുകയും നൽകിയെന്നും നിയമ നടപടിയല്ലാതെ മാർഗമില്ല എന്നും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡ് മാനേജിംഗ് എഡിറ്റർ ആൻഡ്രോ അഗസ്റ്റിൻ വ്യക്തമാക്കി. 2024 ഡിസംബറിലാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിൽ കരാറിൽ ഒപ്പിട്ടത്. ലോകകപ്പ് വിജയിച്ച ലയണൽ മെസ്സി ഉൾപ്പെട്ട അർജന്റീന ടീം കേരളത്തിലെത്തി കളിക്കാമെന്നായിരുന്നു ധാരണ. ഈ വർഷം ജൂൺ 6-ന് 130 കോടി രൂപയും AFAക്ക് കൈമാറി. നമ്മുടെ എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായ തുകയെ നമുക്ക് അവർക്ക് അയച്ചു. നിങ്ങൾ അയച്ച മുഴുവൻ പൈസയും ക്രെഡിറ്റ് ആയി എന്ന് നമ്മളോട് പറയുകയും ചെയ്തു. ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മെയിൽ വരുന്നു. 2026 സെപ്റ്റംബറിലേക്ക് കളി തരുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. 2026 സെപ്റ്റംബറിൽ കളി തരുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല. കാരണം നമ്മൾ AFA ആയിട്ട് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് 2025 ഒക്ടോബർ നവംബർ മാസത്തിലാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഒക്ടോബർ മാസത്തിൽ കളി തരാമെന്ന് അവർ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവർ പറഞ്ഞ പ്രകാരമുള്ള ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം മെസ്സി ഉൾപ്പെടുന്ന ടീം ഇന്ത്യയിൽ കളിക്കാനെത്തുമെന്ന നിലവിലെ കരാറിൽ മാത്രമേ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് താൽപ്പര്യമുള്ളൂ. കരാർ റദ്ദായാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. അതിനാൽ നിയമ നടപടിയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. ഇവരുടെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ പൂർണ്ണമായി പണം അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പണം കിട്ടിയതിന് ശേഷം 2026 അടുത്ത ലോകകപ്പ് കഴിയട്ടെ എന്ന് പറയുന്നതിനകത്ത് ധാരണ പ്രശ്നമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കരാറിന് ലംഘനമാണ്. ആ കരാർ ലംഘനത്തിന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. AFA ഔദ്യോഗികമായി അറിയിക്കുന്നതുവരെ മെസ്സി വരില്ല എന്ന വാർത്തകൾ കൊടുക്കുന്നത് അത്ര നല്ല പ്രവണതയല്ലെന്നും ആൻഡ്രോ അഗസ്റ്റിൻ പറഞ്ഞു. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് മത്സരം നടത്താനായി നിശ്ചയിച്ചിരുന്നത്. 1 കോടി ആരാധകരെ ഉൾക്കൊള്ളിച്ച് ഫാൻ ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളും സംഘാടകർ പദ്ധതിയിട്ടിരുന്നു. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.